മലയും പുഴയും കായലും കൈത്തോടുകളും കൊണ്ട് പ്രകൃതി രമണീയമായ കൊല്ലത്തിൻ്റെ വശ്യത നുകർന്നുകൊണ്ട് മനോഹരമായ കലോത്സവത്തിൻ്റെ സമാപന വേദിക്കരികിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ മത്സരങ്ങളെല്ലാം വളരെ മനോഹരമായിരുന്നു, പ്രൗഢഗംഭീരമായിരുന്നു. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളും രക്ഷകർത്താക്കളും അതുപോലെ അധ്യാപകരും അടങ്ങുന്ന വലിയ നീണ്ട നിരയാണ് നിൽക്കുന്നത്. ഏറ്റവും വലിയ കോമഡിയായി എനിക്ക് തോന്നിയത് മമ്മൂട്ടിയുടെ വരവ് തന്നെയാണ്. കാരണം ഈ സ്റ്റേജിലേക്ക്, അതായത് വേദി 1ലേക്ക്, ആശ്രാമം വേദിയിലേക്ക് വരാൻ ഏകദേശം 6 വാതിലുകളുണ്ട്. ആ മെയിൻ കവാടത്തിലൂടെ ഒരിക്കലും മെഗാസ്റ്റാർ മമ്മൂട്ടി കടന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഈ സ്റ്റേജിന് ബാക്ക് സൈഡിലൊരു ഗേറ്റ് ഉണ്ട്. അവിടെ നിറഞ്ഞ സെക്യൂരിറ്റി സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കൂടെ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വേദിയിലേക്ക് പ്രവേശിക്കുക. ഇവിടെ ഏകദേശം 3 മണിയോട് കൂടി പല സ്ഥലങ്ങൾ ഒരുക്കി മമ്മൂട്ടിക്ക് വരവേൽക്കാനായിട്ട് ഇവിടെ ആളുകൾ നിരന്നു കഴിഞ്ഞു. ഇവിടെ ഒരു കൂവല് കേൾക്കുമ്പോൾ ഇവിടേക്ക് എല്ലാവരും കൂടെ ഓടിക്കൂടുന്നു, അവിടെ കേൾക്കുമ്പോൾ അവിടെ ഓടിക്കൂടുന്നു. എവിടെയാണ് മമ്മൂട്ടി വരുന്നത് എന്ന് അറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ഗ്രൗണ്ടിൻ്റെ 4 വശത്തും ചിതറി ഓടുന്ന ജനങ്ങളെയാണ് നാം കാണുന്നത്. ഏതായാലും ആവേശകരമായ ഓട്ടവും ഈ കലോത്സവത്തിൻ്റെ അവസാനം നടക്കുന്നുണ്ട്. ഏതായാലും മനോഹരമായ ഒരു കലോത്സവം, കൊല്ലത്തിൻ്റെ പ്രൗഢി വിളിച്ചറിയിച്ചുകൊണ്ട് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഇവിടെയുള്ള ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ചാനലുകാർ എത്തിച്ചു കഴിഞ്ഞു. ഈ മനോഹരമായ അവസാനത്തിലേക്കാണ് കലോത്സവം നീങ്ങുന്നത്. കലോത്സവത്തിൻ്റെ സമാപന ചടങ്ങുകളാണ് ഈ വേദി 1-ൽ നടക്കുന്നത്. ONV സ്മൃതി എന്ന് പേരിട്ടിരിക്കുന്ന കൊല്ലത്തിൻ്റെ ആശ്രാമം മൈതാനത്തുള്ള പ്രധാന വേദി തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണീയത ഉളവാക്കുന്നത്. ONVയുടെ സ്മൃതികൾ ഉറങ്ങുന്ന, അല്ലെങ്കിൽ ONVയുടെ ഓർമ്മകൾ തുടിക്കുന്ന കൊല്ലത്തിൻ്റെ മണ്ണ്. എന്നാലും കൊല്ലത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്. നമുക്കറിയാം, സിനിമാ മേഖലയിലായാലും മറ്റ് ഇതര മേഖലകളിലായാലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. കൊല്ലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപമായ കഥകളി കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഏതായാലും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് വിശേഷണങ്ങളുമുള്ള കൊല്ലം ജില്ലയിൽ ഇതാ ഈ കലോത്സവം സമാപിക്കുന്നു. 62ാമത് സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങുമ്പോൾ നിരവധി പ്രമുഖരാണ് അല്ലെങ്കിൽ പ്രതിഭകളാണ് നാളെ അഭ്രപാളികളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ വിവിധ കലാരൂപങ്ങളുമായിട്ട് ലോക ശ്രദ്ധയാകർഷിച്ചത്. അവർക്കെല്ലാം ഒരുപാട് ആശംസകൾ. അതുപോലെ ഈ കലോത്സവം ഇത്ര ഭംഗിയാക്കിയ കൊല്ലത്തിൻ്റെ ജനതയ്ക്ക്, ഈ 14 ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിയ ജനതയ്ക്ക്, ഈ കൊല്ലത്തിൻ്റെ മണ്ണിലേക്കെത്തിയ, ഈ കലോത്സവം കാണാനെത്തിയ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സംഘാടക സമിതി തന്നെയാണ്. ഇത്രയും വളരെ വൃത്തിയായിട്ട് യാതൊരു വിധമായ പരിഭവങ്ങളും പരാതികളുമില്ലാതെ ഈ കലോത്സവത്തെ വളരെ ഗംഭീരമാക്കിയ സംഘാടക സമിതി. അതിലുപരി എടുത്തു പറയേണ്ടത് ഇത്രയും ദിവസം നമ്മളെ അന്നമൂട്ടിയ പഴയിടം മോഹനൻ നമ്പൂതിരിയെ തന്നെയാണ്. രുചിയിടത്തിലേക്ക് ജനപ്രവാഹമായിരുന്നു. ഏതായാലും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ രുചി നുകർന്നുകൊണ്ട് ഈ എക്കാലത്തെയും കലോത്സവ വേദികളിലെ പ്രതിഭയാണ് പഴയിടം മോഹനൻ നമ്പൂതിരി. ആഹാരം ഉണ്ടാക്കി തരുന്നവനെ തൊഴുതുണ്ണണം എന്നാണ് പറയുന്നത്. ഏതായാലും പഴയിടം മോഹനൻ നമ്പൂതിരി കലോത്സവത്തിൻ്റെ എക്കാലത്തെയും പ്രതിഭ എന്ന് വേണമെങ്കിൽ പറയാം. നിരവധിയായിട്ടുള്ള ആളുകൾ ഈ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും കുറിച്ച് പറഞ്ഞു. ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു വിഭാഗമായിരുന്നു നമ്മുടെ അമ്മമാർ അടങ്ങുന്ന ഹരിതകർമ്മസേന. ഈ ആശ്രാമം മൈതാനം നമുക്കറിയാം എത്രത്തോളം വ്യാപിച്ചു കിടക്കുകയാണെന്ന്. അപ്പോൾ ഈ ആശ്രാമം മൈതാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്നു പോകുമ്പോഴും അവർ നിക്ഷേപിക്കുന്ന പേപ്പർ കഷ്ണങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ പിറക്കി മാറ്റി ഈ ഗ്രൗണ്ടിനെ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന അമ്മമാരാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, ഹരിതകർമ്മസേന എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പച്ചപ്പ് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം അമ്മമാരുടെ കൂട്ടായ്മയാണ്. ഇവർക്ക് അതിനർഹമായ പ്രതിഫലം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത് സർക്കാരിൻ്റെ ഒരു പ്രഥമ പരിഗണന അതിന് തന്നെ ഇനി കൊടുക്കണം. കാരണം നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഒരു വലിയ വ്യാധി, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന, നമ്മുടെ പുഴയുടെ ഒഴുക്ക് നശിപ്പിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിനെ തുടച്ചു നീക്കുന്ന അമ്മമാരാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ കലോത്സവം അവർ യഥാർത്ഥത്തിൽ ആഘോഷിക്കുകയായിരുന്നു. കാരണം ഇവരുടെ എല്ലാം ഉള്ളിൽ കലയുണ്ട്. ആ കല ഇവർ പ്രകടിപ്പിക്കുന്നത് അമ്മമാരായിട്ടാണ്, മക്കളെ സ്നേഹിക്കുന്നതിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ അതെ, ഒരു വീട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കല, അല്ലേ? അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ കലാമേള ഇവിടെ? നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി ഒരു 14 വർഷം കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ കൊല്ലത്തേക്ക് ഞങ്ങളൊന്നും കാണത്തില്ല, അറിയത്തില്ലല്ലോ. അതെ, ഏതായാലും മക്കളും ചെറുമക്കളും ഒക്കെ കാണും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
പൂരം അല്ലെന്നേ ഉള്ളത്, അതായത് ആനയും അമ്പാരിയും ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ഉള്ളത് തന്നെയായിരുന്നു ഈ കലാമേള. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവം, ഇത്രയും കൂടുതൽ ആൾക്കാർ തടിച്ചുകൂടുന്ന ഒരു മഹാമേളയായി കൊല്ലത്ത് മാറി. അപ്പോൾ കൊല്ലത്തിന് ഒരു ചെറിയ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ വിജയമാവുമെന്ന്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം കല്യാണത്തിന് പോലും വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ അമ്മമാരൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ നിന്നല്ലോ, അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അല്ലേ. അപ്പോൾ അടിപൊളി. അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷം. നിങ്ങളോടൊക്കെ ഈ സംസാരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതാണ് ഏതായാലും ഞങ്ങൾക്ക് എന്തായാലും ഒരു വിജയം, ഞങ്ങൾക്കൊരു സ്ഥാനം വേണം. എന്തായാലും ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. അതായത് ഹരിതകർമ്മസേനയ്ക്ക് അർഹമായ ഒരു പരിഗണന എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കണം. ഇവരിപ്പോൾ ഓരോ വീടുകളിൽ ചെന്ന് അവർ കൊടുക്കുന്ന പ്രതിഫലമാണ് വാങ്ങുന്നത്. പല വീടുകളിലും ചെല്ലുമ്പോഴും അവർ കൊടുക്കാറില്ല, കാരണം വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഏതായാലും ഹരിതകർമ്മസേന ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അടുത്ത പ്രാവശ്യം ആവട്ടെ 4 മാസം നീട്ടിയിട്ട് 1 മാസത്തിൽ 1 ചാക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരും. അങ്ങനെയാണ്. എന്നിട്ട് 70 രൂപയ്ക്കാണ്. അപ്പോൾ അങ്ങനെയാണ് രൂപയാണ് ഞങ്ങളുടെ ശമ്പളമായിട്ടും കിട്ടുന്നത്. ഞങ്ങൾക്ക് സർക്കാരായിട്ട് ഞങ്ങളുടെ ശമ്പളം ഞങ്ങൾക്കൊരു നീതി നമുക്കൊരു അതായത് ഇവരുടെ ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ വ്യവസായമായിരുന്ന കശുവണ്ടി മേഖല ഏകദേശം തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നു. കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ കൊല്ലത്ത് ജോലി ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് കശുവണ്ടി, കയർ, അതുപോലെ കയർ വ്യവസായമൊക്കെ. കയർ വ്യവസായം ഏകദേശം പാടെ നിലച്ച ഒരു മട്ടിലാണ്. ഏതായാലും കശുവണ്ടി വ്യവസായവും ഏകദേശം പതനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്ത് തന്നെയായാലും ഇവരുടെ ആഹാരം ഇപ്പോൾ ഇവരന്നം ഉണ്ണുന്നത് ഈ ഹരിതകർമ്മസേനയിൽ ജോലിയെടുക്കുന്ന ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ പറക്കി തന്നെയാണ് ജീവിക്കുന്നത്. അതിൽ ഇവർക്ക് അഭിമാനമേ ഉള്ളൂ, അന്തസ്സേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് അർഹമായ ഒരു പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് കൂടിയാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. മമ്മൂട്ടി കാണാൻ വന്നാണോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. സിനിമകളൊക്കെ കാണാറുണ്ടോ? മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ ഇഷ്ടമാണോ? മമ്മൂട്ടിയെന്ന് മാത്രമല്ല, കലോത്സവത്തിന്റെ സമാപനം കാണണമെന്നുള്ളൊരാഗ്രഹം നമ്മുടെ കൊല്ലത്ത് വന്നോ? കൊല്ലത്ത് വന്നു. ഈ ഒരു 15 വർഷത്തിന് ശേഷം കലോത്സവം കൊല്ലത്തേക്ക് വരുമോ? അല്ലേ? അപ്പോൾ ഇതൊന്ന് കാണണമെന്ന് ആഗ്രഹം. വീട് ശാസ്താംകോട്ടയ്ക്കടുത്ത്. ശാസ്താംകോട്ട ഭയങ്കര സുന്ദര അല്ലേ? ഏറ്റവും കൂടുതൽ ടൂറിസം പ്രത്യേകതകളുള്ള സ്ഥലം അല്ലേ ശാസ്താംകോട്ട? സംസ്ഥാന കലോത്സവം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ നെടിയവിളയ്ക്കടുത്ത് കരിമ്പിൻപുഴ എന്ന് പറയും. ഏത് സബ്ജക്റ്റാണ്? LP സ്കൂൾ. LPSA കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇല്ല. ഇത് കാണാൻ വേണ്ടി ടീച്ചറാണ്. എന്നിട്ട് അവരുടെ അടുത്ത് പോയി അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ വലുതാവുമ്പോൾ ഇങ്ങനെ ഇതുവരെ കലോത്സവത്തിൽ പങ്കെടുക്കണമെന്നൊക്കെ അല്ലേ? ടീച്ചർ കുട്ടികൾക്ക് നല്ലൊരു ടീച്ചറാണോ? തീർച്ചയായിട്ടും അല്ലേ? സുബുകുമാർ എന്നാണ് പേര്. ഞാൻ ശാസ്താംകോട്ട സബ് ജില്ലയിലെ നെടിയവിള ഗവൺമെൻറ് LPSൻ്റെ ഹെഡ് മാസ്റ്ററാണ്. ഒപ്പമുള്ള ടീച്ചർമാരാണ് വന്നിരിക്കുന്നത്. അനിത ടീച്ചർ, നിഷ ടീച്ചർ, ജയ ടീച്ചർ, ദിവ്യ ടീച്ചർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഔദ്യോഗികമായൊരു നിർദ്ദേശം തന്നെ ഉണ്ടായിരുന്നു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന്. ഒപ്പം മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടിയുടെ വരവ് അത് അത്യധികം ആവേശമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഇത്രയധികം ജനങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ കാണാൻ കഴിയുമെന്ന് തന്നെ സംശയമാണ്. പക്ഷേ പലയിടത്തും സ്ക്രീനുകളും മറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം ഇന്നുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കലോത്സവം കൊല്ലത്തേക്കെത്തി, ഇപ്പോൾ സമാപനത്തിലേക്ക് അടുക്കുന്നു. കലോത്സവത്തിൽ നിരവധി പ്രമുഖർ വന്നു. 14 ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വന്ന് മത്സരിച്ചു. അപ്പോൾ കൊല്ലത്തിൻ്റെ പൈതൃകവും ടൂറിസവും ഒക്കെ ലോക ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങൾ എത്തിച്ചു. അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് ഈ കൊല്ലത്തിൻ്റെ ഒരു? തീർച്ചയായിട്ടും കൊല്ലം ജില്ലയെക്കുറിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ ചില മാധ്യമ വാർത്തകൾ വളരെ മോശമായിരുന്നു. അത് മാധ്യമം ഉണ്ടാക്കിയതല്ല, നമ്മുടെ നാട്ടിലുള്ള ചെറിയ വാർത്തകളൊക്കെ വളരെ പർവ്വതീകരിച്ചിട്ടാണെങ്കിലും കൊല്ലത്തെക്കുറിച്ചൊരു മോശമായ അഭിപ്രായം ഉണ്ടാവാൻ കാരണമായി. പക്ഷേ ഈ കലോത്സവം അതെല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും നമ്മളുടെ ഈ ജനബാഹുല്യം, അതുപോലെ തന്നെ എത്തിയിട്ടുള്ള അതിഥികളോടുള്ള നമ്മളുടെ ഒരു മനോഭാവം, നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും എല്ലാവരുടെയും ഒരു മനോഭാവം, അതെല്ലാം വളരെയധികം നമ്മളെക്കുറിച്ചുള്ളൊരു മോശം ഇമേജ് ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും മാറുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൊല്ലത്ത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും മനോഹരമായൊരു കൊല്ലം പൂരമായിരുന്നു ഏറ്റവും വലുതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷേ കൊല്ലം പൂരത്തേക്കാൾ അതിന് വീഴ്ത്തി പറയുകയല്ല, വളരെ മികച്ച രീതിയിലൊരു സംഘാടനം ഇവിടെ നടക്കുകയുണ്ടായി. അതിൻ്റെ ഒരു സമാപനത്തിൻ്റെ ഒരു സമ്മേളനത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മമ്മൂട്ടിയെ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. മമ്മൂട്ടിക്ക് വേണ്ടി ഇവിടെ ഒരു ജനപ്രളയം തന്നെയാണ് ഇവിടെ ഒരുപാട് പേര് മമ്മൂട്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മമ്മൂട്ടിയെ കാണാൻ വന്നതാ. കണ്ടില്ല, ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് ചേട്ടന്മാരൊക്കെ പറഞ്ഞത് കേട്ട്. കുറച്ച് ഇളമാട്.
പാലക്കാട് ആയൂര് ജില്ല. ആയൂര്. അപ്പൊ ഈ പരിപാടിയൊക്കെ കാണാൻ വന്നതല്ലേ? ആ വന്നതാ. ഇഷ്ടപ്പെട്ടോ? ആ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. നീ അമ്മ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുവോ? ആ ഞാൻ പങ്കെടുത്തു. പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ടിന് ഡാൻസ് കളിക്കാറ്. ഡാൻസ് കളിക്കും. വീട്ടിൽ ഭയങ്കര ഡാൻസ് ആണോ? അങ്ങനെയില്ല. അങ്ങനെയൊന്നും ഇല്ല. ഇഷ്ടപ്പെട്ടോ ഇതെല്ലാം? ആ ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണോ? ആ കൊള്ളാം കൊള്ളാം. മമ്മൂട്ടിയുടെ ഏത് സിനിമയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? എല്ലാ സിനിമയും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ആ ആഹാ. നേരിട്ട് കാണണോ തൊട്ട് നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? ആഗ്രഹം. അതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ വിലയിട്ട് വെച്ചിരിക്കുന്നത് സമാഹരിക്കാൻ വേണ്ടി. ശരി കേട്ടോ, കാണാൻ പറ്റും ഇപ്പൊ കേട്ടോ. ആ ജവാന ഈ സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ജോർജ് UPS ആയൂർ. ആണോ? മമ്മൂട്ടിയെ കാണാൻ വന്നതാണോ? ആണോ? എങ്ങനെയുണ്ടായിരുന്നു കൊല്ലത്തിന്റെ കലോത്സവം? വളരെ ഗംഭീരമായി തന്നെ കൊല്ലത്തിൻ്റെ കലോത്സവം സമാപിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ HMമാരെല്ലാം യൂണിഫോമിലാണ് ചാത്തന്നൂർ സബ് ജില്ലയിൽ നിന്നും എത്തിച്ചേർന്നത്. ഇപ്പോൾ ഞങ്ങളുടെ AO റോസമ്മ മാഡത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് സ്കൂളിൽ നിന്നും അധ്യാപകരെല്ലാവരും അതുപോലെ റെപ്രസെൻ്റ് ചെയ്യുന്ന PTA മെമ്പേഴ്സും കുഞ്ഞുങ്ങളുമൊക്കെ ഇങ്ങനെ ഈ കലയുടെ മാമാങ്കത്തിൻ്റെ അവസാന ദിവസം ഇവിടെ പങ്കാളിയാകാൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മറ്റൊരു പ്രധാന കാര്യവും കൂടി നടന്നു. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ ഒരു ഒപ്പന ടീം സർവ അലങ്കാരങ്ങളോടും കൂടി തന്നെ ഇവിടുത്തെ ഊണിനൊരു മേളം ത്തോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിയിലും പങ്കാളികളായി. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് കൊല്ലത്ത് നടന്ന ഈ കലയുടെ മാമാങ്കം വളരെ അഭിമാനകരമായും ഒപ്പം തന്നെ സന്തോഷകരമായും സമാപിക്കുന്നു എന്ന് തന്നെ പറയാം. ടീച്ചറെ, നമ്മുടെ കലോത്സവം അവസാനിക്കുമ്പോൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ കാണാറുണ്ടോ? തീർച്ചയായും മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ കാണാറുണ്ട്. അഭിനയകലയിൽ ചക്രവർത്തി എന്ന് തന്നെ പറയാവുന്ന ശ്രീ സാറിൻ്റെ ഒരു നോക്ക് കാണാൻ തന്നെയാണ് ഞങ്ങളും നിൽക്കുന്നത്. അങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. വളരെ ആകാംക്ഷയോടെയും എങ്ങനെ അദ്ദേഹം ഇത്രയും കാലം ഈ അഭിനയ ചക്രവർത്തി കിരീടം തൻ്റെ സ്വന്തമാക്കി മുന്നോട്ട് പോയി എന്ന് ഞങ്ങൾക്കൊരു അത്ഭുതം തന്നെയാണത്. ആ മഹത് വ്യക്തിയെ ഒരു നോക്ക് കാണാനുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. എന്തായാലും നേരിട്ട് കണ്ടില്ല എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് വിഷമമില്ല. ഞങ്ങൾ വളരെയധികം സന്തോഷവാരായി തന്നെ മമ്മൂട്ടി സാർ ഇവിടെ എത്താൻ മനസ്സ് കാണിച്ചത് തന്നെ ഞങ്ങളൊരു ഭാഗ്യമായി കരുതുന്നു. ആ മണ്ണിൽ തന്നെയാണ് ഞങ്ങളും നിൽക്കുന്നത്. അതും ഞങ്ങൾക്കൊരു അഭിമാനമാണ്. മത്സരത്തെക്കാൾ അധികം പങ്കാളിത്തമാണ്. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും വിജയിയാണ്. തികച്ചും ആരോഗ്യകരമായ മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. കലോത്സവ ചാമ്പ്യൻഷിപ്പ് പ്രഖ്യാപനമാണ്.